മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മലബാറിന്റെ 2 ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പർച്ചേസിനും 5% മുതൽ 60% വരെ ഡിസ്കൗണ്ട്. മെക്സവൻ വ്യായാമ കൂട്ടായ്മ തുവൂരിലും ജനകീയമായി പുരോഗമിക്കുന്നു. ടൗൺ മൈതാനത്ത് നടക്കുന്ന വ്യായാമ കൂട്ടായ്മയിൽ പ്രതിദിനം 100ഓളം പേരാണ് പങ്കെടുക്കുന്നത്. ഒരാഴ്ചയിലധികം കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകിയ പരിശീലകർക്ക് യാത്രയയപ്പ് നൽകി. ഇന്ത്യൻ പാരാമിലിറ്ററി സർവീസിൽ നിന്ന് സ്വയം വിരമിച്ച മലപ്പുറം കൊണ്ടോട്ടി തുറക്കലിലെ പി സലാഹുദ്ദീൻ തുടക്കമിട്ട ആരോഗ്യ പ്രസ്ഥാനമാണ് മെക്സവൻ. മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ എന്നതാണ് മെക്സവന്റെ പൂർണ്ണരൂപം. സ്വന്തം നാട്ടുകാരുടെ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പരിഹാരം എന്ന നിലയിൽ വ്യായാമ മുറകൾക്കായി സലാഹുദ്ദീൻ നാട്ടിൽ 2012 മെക്സവൻ തുടങ്ങുന്നത്. 2022 മുതൽ പുതിയ ശാഖകൾ ആരംഭിച്ച മെക്സവൻ മലബാറിൽ 2 വർഷത്തിനുള്ളിൽ 1000ഓളം യൂണിറ്റുകളായി വളർന്നു. ശരീരത്തിനും മനസ്സിനും നവയൗവനം നൽകുക എന്ന മെക്സവൻ പ്രമേയം എല്ലാ പ്രായക്കാർക്കിടയിലും പ്രചാരം നേടി. എയറോബിക്സ്, ഫിസിയോതെറാപ്പി, യോഗ, മെഡിറ്റേഷൻ, ഫേസ് മസാജ്, അക്യുപ്രഷർ, ഡീപ്പ് ബ്രീത്തിംഗ് തുടങ്ങി ഒരു ദിവസം 20 മിനിറ്റ് മാത്രം വേണ്ടിവരുന്ന 21 വ്യായാമ മുറകൾ ഉൾക്കൊള്ളുന്നതാണ് മെക്സവൻ. ദിവസങ്ങൾക്ക് മുൻപ് തുവൂരിൽ തുടക്കം കുറിച്ച കൂട്ടായ്മ ഇന്ന് കൂടുതൽ ജനകീയമായി മാറിയിരിക്കുകയാണ്. തീർത്തും സൗജന്യമായി നടക്കുന്ന മെക്സവനിൽ സ്ത്രീകൾക്കുള്ള സൗകര്യങ്ങളും ഉടൻ സജ്ജമാകും. തുവൂരിലെ കൂട്ടായ്മയ്ക്ക് പരിശീലനം നൽകിയവർക്ക് യാത്രയയപ്പ് നൽകി. ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാപ്പു ഹാജി ഉദ്ഘാടനം ചെയ്തു. കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. എന്തായാലും ഒരുപാട് ആളുകൾ ഇവിടെ പറയുകയുണ്ടായി. 2000ഓളം ആളുകൾക്കൊക്കെ ഈ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് എന്ന്. അത് തുവൂരിൽ നടപ്പാക്കുന്ന എല്ലാവരെയും വേണ്ടി ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. തുവൂർ കോർഡിനേറ്റർ കൊപ്പത്ത് ഷെരീഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മേലാറ്റൂർ മേഖലാ കോർഡിനേറ്റർ സിദ്ദീഖ് പരിയാനത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തുവൂർ കൂട്ടായ്മയ്ക്ക് പരിശീലനം നൽകിയത്. എക്സസൈസ് ഈ ആധുനിക സമൂഹത്തിൽ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. എക്സസൈസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ആരോഗ്യത്തോടെ എന്നറിയാം. കാരണം ഭക്ഷണം, വിശ്രമം, എക്സസൈസിന് 3 പ്രാധാന്യമാണ്. പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ എക്സസൈസിന്റെ കാര്യത്തിൽ നമ്മളൊരു അത്ര കണ്ണിങ് അല്ല. നമ്മളാരും കുട്ടികളെ ഇന്നേ വരെ എക്സസൈസ് ചെയ്യാത്തതിൻ്റെ പേരിൽ ശാസിച്ചിട്ടോ അടിച്ചിട്ടോ അല്ല. പഠിക്കാത്തതിൻ്റെ പേരിൽ, ഉറങ്ങാത്തതിൻ്റെ പേരിൽ, ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പേരിലൊക്കെ നമ്മൾ രക്ഷിതാക്കൾ ചെയ്യാറുണ്ട്. എക്സസൈസ് ചെയ്തില്ല അല്ലെങ്കിൽ ചെയ്തോ എന്ന് അവർ ചോദിക്കാറില്ല. അത് എന്തുകൊണ്ട്? നമ്മളെയൊക്കെ സംബന്ധിച്ചോളം നമുക്കൊക്കെ ഒരു ശീലങ്ങളുണ്ട്. നമ്മൾ പഠിച്ചത് മനസ്സിലവിടെ ഉണ്ട്, അത് പ്രയോഗിക്കൂല. നമ്മൾ ചെയ്യുന്ന എന്താണ്? പാരമ്പര്യമായിട്ട് കിട്ടിയത് അതങ്ങനെ ചെയ്തു പോകും. സുനീർ കീഴാറ്റൂർ, അനിൽ മേലാറ്റൂർ, നൗഫൽ ഏപ്പിക്കാട്, നിഷാദ് തെക്കുംപുറം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തുവൂർ.